ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മുടെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിന്റെ അടുത്ത ഏരിയ ആയിട്ടുള്ള റീവാലുവേഷൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. റീവാലുവേഷന്റെ സമയത്ത് ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് ഈ റീവാലുവേഷൻ? ഒരു ബിസിനസ്സിൽ ആ ബിസിനസിന്റെ അസറ്റ്സും ലാബിലിറ്റീസും പതിവായിട്ട് ചേഞ്ചസ് ആയിട്ട് കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ചേഞ്ചസ് കൃത്യമായിട്ട് ബിസിനസ് നമ്മൾ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അസറ്റ്സിന്റെയും ലാബിലിറ്റീസിന്റെയും കറണ്ട് വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സ്വാഭാവികമായിട്ടും റീവാലുവേഷന്റെ സമയത്ത് അസറ്റ്സ് കൂടും, അസറ്റ്സ് കുറയും, ലാബിലിറ്റി കൂടും, ലാബിലിറ്റി കുറയും. ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ചില ലാബിലിറ്റീസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ചില അസറ്റ്സുകൾ ഉണ്ടാവും, അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ റീവാലുവേഷന്റെ എല്ലാ ഏരിയയും സമഗ്രമായിട്ട് ചെയ്തതിന് ശേഷം ഈ റീവാലുവേഷൻ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതായത് റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ഇവിടെ നോക്ക്, റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു, അസറ്റ്സും ലാബിലിറ്റീസിന്റെയും വിലയിൽ വരുന്ന വ്യത്യാസം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വരക്കുന്ന അക്കൗണ്ട് ആണ് റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അസറ്റ് അതുപോലെ തന്നെ ലാബിലിറ്റീസ് ഇവ രണ്ടും ഉണ്ടാവും. അപ്പോൾ ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലോട്ട് വരുമ്പോൾ നമുക്ക് നിലവിലുള്ള ബിസിനസിന്റെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പാർട്ണർ വരുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് ഈ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണോ, വെദർ ദർ ഇസ് ലോസ് ഓർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണെന്നെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടില്ലേ, റിയൽ, നോമിനൽ, പേഴ്സണൽ, ഫസ്റ്റ് ഇയറിന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏത് കേസസിലാണ് റിയൽ എന്ന് പറയാ, ഏത് കേസസിലാണ് നോമിനൽ എന്ന് പറയാ, ഏത് കേസിലാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ നോമിനൽ അക്കൗണ്ട് ആണ് ഈ ഒരു അക്കൗണ്ട്. പലപ്പോഴും വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇതിന്റെ ജേണൽ എൻട്രി ആ ഒരു ഏരിയയിലോട്ട് പോകാം. ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സിന്റെയും ലാബിലിറ്റീസിന്റെയും വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് മാത്രം അടയാളപ്പെടുത്തുന്നതാണ്. ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്, ലോങ് ടേം അസറ്റ്, ഇതൊന്നും വ്യത്യാസമില്ല, ഏതും. ഓക്കെ, ഏത് അസറ്റും ആവാം, വെദർ ഇറ്റ് ഈസ് കറണ്ട് ഓർ ഫിക്സഡ് ഓർ ലോങ് ടേം അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അസറ്റിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അസറ്റ് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക അല്ലെ? നമ്മൾ ബിസിനസ്സിലോട്ട് ഒരു അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ആ അസറ്റ് അങ്ങനെയല്ലേ ചെയ്യാം. ഇപ്പൊ മെഷീനറി ആണ് ബിസിനസ്സിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് വരുന്നെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ശരിക്കും ഒരു ബിസിനസ്സിലോട്ട് അസറ്റ് വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റീവാലുവേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില അസറ്റുകൾ വില കൂടിയതായിട്ട് കാണാം. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ ആ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നാണ് എൻട്രി വരിക. ഇനി അസറ്റിന്റെ വില കുറയുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരിക, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആ അസറ്റ്. ഓക്കെ, അതായത് ഒരു അസറ്റ് ബിസിനസ് വിറ്റിട്ട് പുറത്തോട്ട് പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ വരിക, ക്യാഷ് കിട്ടുന്നു, ആ അസറ്റ് പോയി എന്നുള്ള അർത്ഥത്തിൽ അതിനെ ക്രെഡിറ്റിൽ ചെയ്യാം. അതേപോലെ തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആ അസറ്റ്. ഇതുപോലെ തന്നെ ലാബിലിറ്റീസിന്റെ കേസസിലും. ഓക്കെ, അപ്പോൾ ഞാനത് പറയുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പം മനസ്സിലാകുക, ഞാൻ ബോർഡിൽ എഴുതിയിട്ട് കാണിക്കാം, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക, നോക്കിക്കോളൂ. അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണിത്. ഇനി ഒരു ബിസിനസ്സിൽ അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. എന്താ വരിക, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആ അസറ്റ്. എന്ത് അസറ്റ് ആണോ നമുക്ക് കുറഞ്ഞത് ആ അസറ്റ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ലാബിലിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന. ഇതുപോലെ തന്നെ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലാബിലിറ്റി എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ബാലൻസ് വരുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പൊ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കേസ് ലാബിലിറ്റി
ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ആ ലാബിലിറ്റിന്റെ പേര്. അതായത് നമ്മളൊരു ലോൺ എടുത്താണ് ബിസിനസ്സിലോട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഓൾറെഡി ലോൺ ഒരു 30,000 ഉണ്ട്. ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഒരു 35,000 ആയിട്ടുണ്ട്. ആ 5,000 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ലാബിലിറ്റി കുറയുന്ന കേസസിൽ എങ്ങനെയാ വരിക? ലാബിലിറ്റി കുറയുന്ന കേസസിൽ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെ? ലാബിലിറ്റി കുറയുമ്പോൾ ലാബിലിറ്റി ഡെബിറ്റിലേക്ക് വരും. ലാബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം വരിക. ഇവിടെ നോക്കിക്കോ, ഇത് പഠിക്കാൻ ഒരു പ്രയാസമില്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ നോക്ക്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് എപ്പോഴും ഡെബിറ്റ് ആണെന്ന് ആലോചിക്കുക. പിന്നെ അസറ്റ് സംഭവിക്കുക ഡിക്രീസ് അല്ലേ? അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇത് പഠിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ഇനി ഈ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. കാരണം ലാബിലിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് അസറ്റ്. ഇപ്പൊ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാബിലിറ്റി ക്രെഡിറ്റും റീവാലുവേഷൻ ഡെബിറ്റേ വരിക. അത് പിന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. 4 സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മള് നിലവിൽ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഇയറിന്റെ മധ്യത്തിലോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പുതിയൊരു അസറ്റ് മേടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ബാലൻസ് ഷീറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണോ? ആ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ന്യൂ അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതിക്കോ മറ്റോ വെച്ചിട്ട് ഒരു ന്യൂ അസറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു അൺറെക്കോർഡഡ് അസറ്റ് എന്നാണ് അതിനെ പറയുക. അൺറെക്കോർഡഡ് അസറ്റ്. അപ്പൊ അൺറെക്കോർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിലവിൽ അസറ്റ് കാണിച്ചിട്ടില്ല, അപ്പൊ അത് ഇവിടെ കാണിക്കണം. അത് ശരിക്കും അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അതേ സിറ്റുവേഷന് തുല്യമാണ് പറയുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന അതേ സിറ്റുവേഷന് തുല്യമാണ്. ഓക്കെ, അപ്പൊ എന്താ ജനറൽ എൻട്രി വരിക? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അപ്പൊ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അസറ്റ് അൺറെക്കോർഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന കേസസിലും ഒക്കെ ഒരേ മീനിങ് ആണ് വരിക, ഒരേ ജേണൽ എൻട്രി ആണ് വരിക. ക്ലിയർ? അപ്പോൾ 5 ജേണൽ എൻട്രി പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ ലാബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് വിചാരിക്കാം. ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കൊരു ലാബിലിറ്റി വീണ്ടും വരികയാണ്. അതായത് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല, അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്നാ പറയാം. അപ്പോൾ അത് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അതേ ജേണൽ എൻട്രിക്ക് ഈക്വൽ ആയിരിക്കും അൺറെക്കോർഡഡ് ലാബിലിറ്റി. എങ്ങനെ വരിക? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലാബിലിറ്റി എന്നാണ് അതിന്റെ ജേണൽ എൻട്രി വരിക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇത് നിരന്തരം ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 4 അല്ലെങ്കിൽ 8 മാർക്കിനൊക്കെ നിരന്തരം ചോദിക്കുന്ന ഏരിയ ആണ്. വളരെ നന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു ഏരിയ വളരെ സിമ്പിളുമാണ്. വളരെ 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 സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞത്? 2 സിറ്റുവേഷൻ ബാക്കിയുള്ളത്. അൺറെക്കോർഡഡ് അസറ്റ് അത് എന്തിനു തുല്യാണ്? ഇതിന് തുല്യാണ്. അപ്പൊ അതേ ജേണൽ എൻട്രി വരിക. പിന്നെ അൺറെക്കോർഡഡ് ലാബിലിറ്റി അത് എന്തിനു തുല്യാണ്? ഒരു ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യാണ്, ഇതിന് തുല്യാണ്. അപ്പോൾ ഏത് ജേണൽ എൻട്രി വരിക? ഈ ജേണൽ എൻട്രി. അതായത് ലാബിലിറ്റി ഇൻക്രീസ് ആകുന്നതിന്റെ അതേ ജേണൽ എൻട്രി ആണ് വരിക. ഓക്കെ, അപ്പം ഇത്രയും സംഭവം. ഇനി ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് വരക്കും? ഈ ജേണൽ എൻട്രി വെച്ചിട്ട് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് വരക്കും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റോ ലോസോ എന്നുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് കിട്ടും, ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സൈഡ് ആകുമ്പോൾ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മളൊക്കെ എഴുതുക. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്രെഡിറ്റ് സൈഡിൽ ഇൻക്രീസ് വരുമ്പോൾ അത് റീവാലുവേഷൻ പ്രോഫിറ്റ് എന്നാ വരിക. എന്തുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞ സംഗതി മനസ്സിലായിട്ടുണ്ടോ? നോക്കിക്കോ, ഇപ്പൊ നമ്മൾ ഈ ഒരു ജേണൽ എൻട്രീനെ കംപ്ലീറ്റ് നമ്മൾ റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്ത ജേണൽ എൻട്രി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ എൻട്രീനെ നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ എന്നുള്ള ഈ ജേണൽ എൻട്രീനെ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? റീവാലുവേഷൻ എന്നുള്ള ഇവിടെ ക്രെഡിറ്റിലല്ലേ ഉള്ളത്. അപ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് പോകും. എന്ത്? ആ അസറ്റിന്റെ പേര് എത്ര എമൗണ്ട് ആണോ കൂടിയത് ആ ഫിഗർ. അപ്പൊ ശരിക്ക് അസറ്റ് കൂടി എന്നുള്ളത് വരുമ്പോൾ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലെ വരിക. ഇനി ലാബിലിറ്റി കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെ ഒരു ഫേവർ അല്ലേ ലാബിലിറ്റി കുറയുമ്പോൾ. അപ്പോൾ അതും എന്താ വരിക? നോക്കിക്കോ നിങ്ങൾ, ലാബിലിറ്റി കുറയുമ്പോൾ
റീവാലുവേഷൻ ക്രെഡിറ്റ് ആയതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ടാ വരിക. ഓക്കെ, ലാബിലിറ്റി കുറയുമ്പോൾ. ഇനി ഡെബിറ്റ് സൈഡിൽ, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെയാ വരിക? ലാബിലിറ്റി കൂടുന്നതും അസറ്റ് കുറയുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എപ്പോഴും നമ്മളെ ഫേവർ ആയിട്ടുള്ളതാണ്. അത് കൂടുമ്പോൾ, ആ സൈഡ് കൂടുമ്പോൾ, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് വരിക. ആ പ്രോഫിറ്റ് നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടില്ല, 1-2 ചെറിയ ജേണൽ എൻട്രിയും കൂടെ ഉണ്ട്. നമുക്ക് ഈ ഒരു സംഗതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇത് ഇത്ര എഴുതിയെടുക്കുക. ഇത് കഴിഞ്ഞിട്ടില്ല, 1-2 ജേണൽ എൻട്രിയും കൂടെ ഉണ്ട്. ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് ആ രണ്ടെണ്ണത്തിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചും കൂടെ പറയാം. ഓക്കെ, ശരി. നമുക്കിവിടെ റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ്, അതായത് ഇപ്പം വരച്ചിട്ടുള്ള ജേണൽ എൻട്രീനെ ബേസ് ചെയ്തിട്ട് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ശരിക്കും അതിനെ പോസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയാ, അല്ലെ? ഇപ്പൊ കുറെ ജേണൽ എൻട്രി എഴുതി ആ എൻട്രിയിൽ നോക്കിയിട്ട് റീവാലുവേഷന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അതിനെ പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. പോസ്റ്റിംഗ്, ക്ലിയർ? അപ്പൊ ആ പോസ്റ്റിംഗ് നോക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ എഴുതിയെടുത്തിട്ടില്ല, ഞാൻ ബോർഡും കാണിച്ചിട്ടില്ല, ആ സംഗതി എഴുതിയെടുത്തിട്ടുണ്ടാവണം. അതിനുശേഷം അത് ആ എഴുതിയതിലേക്ക് നോക്കുക. ഓക്കെ, നോക്ക്. ഒന്നാമത്തെ ജേണൽ എൻട്രി അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതല്ലേ, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ജേണൽ എൻട്രി എന്താ എഴുതിയേ? അസറ്റ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ, അല്ലെ? അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ജേണലിനെ ഇതിലേക്ക് മാറ്റി എഴുതേണ്ടതായിട്ടുണ്ട്. എങ്ങനെ? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ, അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ, ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ആ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിലല്ലേ റീവാലുവേഷൻ ഉള്ളത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് വരക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എങ്ങനത്തെ വരിക? അസറ്റ് എന്ന് എഴുതുക. അസറ്റ്, ഏത് അസറ്റ് ആണോ കൂടിയത് ആ അസറ്റിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഓരോ കണക്കിലും ഓരോ സാഹചര്യത്തിലും ഓരോ കടയുടെ കാര്യത്തിലും ഓരോന്നായിരിക്കും അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ മെഷീനറി ആയിരിക്കാം, ലാൻഡ് ആയിരിക്കാം, പിന്നെ ബിൽഡിംഗ് ആയിരിക്കാം, വെഹിക്കിൾ ആയിരിക്കാം, സ്റ്റോക്ക് ആയിരിക്കാം, ഡെറ്റേഴ്സ് ആയിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കാം. ഓക്കെ, ഏത് അസറ്റ് ആണോ ആ അസറ്റ് അക്കൗണ്ട് അറ്റ് ടു റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷൻ എന്നുള്ളത് ക്രെഡിറ്റിലാണ് ഉള്ളത് ജേണൽ എൻട്രിയിൽ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് അസറ്റ് എന്ന് എഴുതുക, അതിന്റെ എമൗണ്ട് കാണിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ എൻട്രി, അതായത് അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു, അസറ്റ് നിലവിലുള്ള ഭാഗത്ത് നടന്ന് ഡൗൺ ആയിട്ട് വരുന്നു. അപ്പൊ എന്താ ജേണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് എന്നല്ല എഴുതിയത്. നിങ്ങൾ രണ്ടാമത് എഴുതിയ ജേണൽ എൻട്രി നോക്കുക. നിങ്ങൾ രണ്ടാമത് എഴുതിയ ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് അറ്റർ, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ഡെബിറ്റിൽ, അപ്പോൾ ഡെബിറ്റ് സൈഡിലോട്ട് എഴുതണം. എന്ത് എഴുതണം? അസറ്റ്, ആ ക്രെഡിറ്റിൽ വന്നിരിക്കുന്ന സംഗതി അസറ്റ്. അതായത് അസറ്റ് ഡിക്രീസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിക്രീസ്, ഇവിടെ അസറ്റ് ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ആകുമ്പോഴാണ് എഴുതുക. ഇനി ലാബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാ ലാബിലിറ്റി എന്ന് പറയുന്ന ഐറ്റം നമ്മൾ വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ലാബിലിറ്റി. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ അത് ഡെബിറ്റ് സൈഡിൽ വരുന്നു. അപ്പോൾ ലാബിലിറ്റി ഇൻക്രീസ്. ഓക്കെ, ഇനി നേരെ തിരിച്ചാണ് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ. ലാബിലിറ്റി കുറയുമ്പോൾ ലാബിലിറ്റി ഡെബിറ്റ് ചെയ്യുന്നു, റീവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യുന്നു. റീവാലുവേഷൻ ക്രെഡിറ്റ്, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് വരണം. അപ്പോൾ അല്ലേ, അപ്പൊ എന്താ വരിക? ലാബിലിറ്റി ഡിക്രീസ്. ഓക്കെ, അപ്പൊ 4 ജേണൽ എൻട്രി പ്രകാരമുള്ള പോസ്റ്റിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ അൺറെക്കോർഡഡ് അസറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അൺറെക്കോർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് തുല്യമാണ്. എങ്ങനെയാ? അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ എന്നാണ് വരിക. അപ്പൊ അസറ്റ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ എന്നാണ് എൻട്രിയിൽ ഉള്ളത്, ജേണൽ എൻട്രിയിൽ ഉള്ളത്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിലോട്ട് വരണം, റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് വരണം. ഓക്കെ, എന്ത്? അസറ്റ് അൺറെക്കോർഡഡ് അസറ്റ്. ഓക്കെ, ഇനി അൺറെക്കോർഡഡ് ലാബിലിറ്റി ആണ് നെക്സ്റ്റ്. അൺറെക്കോർഡഡ് ലാബിലിറ്റിക്ക് റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അൺറെക്കോർഡഡ് ലാബിലിറ്റി. റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ഡെബിറ്റിലാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ, അല്ലെ? 4ാമത്തെ എഴുതി നോക്കുക, നിങ്ങൾ നോട്ടിൽ എഴുതിയ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു അൺറെക്കോർഡഡ് ലാബിലിറ്റി എന്നല്ലേ ഉള്ളത്, അല്ലെ? അപ്പോ എന്ത് വേണോ ഇവിടെ? അൺറെക്കോർഡഡ് ലാബിലിറ്റി. ഓക്കെ, അപ്പൊ 6 ജേണൽ എൻട്രി പഠിച്ചു. ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അസറ്റ് ഇൻക്രീസ്, അസറ്റ് ഡിക്രീസ്, ലാബിലിറ്റി ഇൻക്രീസ്, ലാബിലിറ്റി ഡിക്രീസ്, അൺറെക്കോർഡ് അസറ്റ്, അൺറെക്കോർഡ് ലാബിലിറ്റി, അല്ലെ? ശരിക്ക് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അൺറെക്കോർഡ് അസറ്റിൻ്റെതും ഒരു ജേണൽ എൻട്രിയാണ്. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ
അതുപോലെ അൺറെക്കോർഡഡ് ലാബിലിറ്റിക്കും ഒരു ജേണൽ എൻട്രി ആണ്. പിന്നെ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആലോചിച്ച ഏത് തരത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഓർമ്മിക്കാൻ അത് സൗകര്യപ്പെടുന്നത് അതുപോലെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. ഇനി എന്തുണ്ട്? റീവാലുവേഷൻ പ്രോഫിറ്റ്, റീവാലുവേഷൻ ലോസ് എന്നുള്ള സംഗതി ഉണ്ട്. അതായത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് വന്നതെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതേണ്ടത്. ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ശരിക്കും ആ ജേണൽ എൻട്രി നമ്മൾ പഠിക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതായത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ഉള്ള എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഓൾഡ് പാർട്ട്നേഴ്സ് സഹിക്കേണ്ടതായിട്ട് വരും എപ്പോ? റീവാലുവേഷൻ ലോസ് ആവുമ്പോൾ. അപ്പൊ ക്യാപിറ്റൽ കുറയണം. എടാ, റീവാലുവേഷൻ അക്കൗണ്ട് വരച്ചിട്ട് ലോസ് ആണെന്ന് വിചാരിക്കുക, ആ ലോസ് ആര് സഹിക്കണം? ഓൾഡ് പാർട്ട്നേഴ്സ് സഹിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ നഷ്ടം എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഗതി അല്ലേ? അപ്പൊ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഷ്ടം വരുമ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, അങ്ങനെയാണ് വരിക. അപ്പോൾ പ്രോഫിറ്റ് ആവുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആകുമ്പോഴാണ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ലോസ് ആവുമ്പോൾ നേരെ തിരിച്ച് ഇവിടെയാ വരിക, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് ലോസ് എൻട്രി ആണ്, ലോസ്. ഇത് പ്രോഫിറ്റ് എൻട്രി ആണ്, പ്രോഫിറ്റ് എൻട്രി. ഓക്കെ, ലോസ് എൻട്രി, പ്രോഫിറ്റ് എൻട്രി മനസ്സിലായിട്ടുണ്ടല്ലോ. ഇത്രയും വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലാണ്, അതായത് ഈ രണ്ട് സംഗതി എന്ന് പറയുന്നത് ഇതെല്ലാം വരച്ച് ടോട്ടൽ ചെയ്തിട്ട് എന്റെ ബാലൻസ് കണ്ടിട്ട് ഈ സൈഡാണ് കൂടുതലെങ്കിൽ വരുന്നതെങ്കിൽ പ്രോഫിറ്റ്, ഈ സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ ലോസ്, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചെറിയ കണക്കൊന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക്. അത് വെച്ചിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഞാൻ ഒരു ചെറിയ ബോർഡ് ആയതുകൊണ്ട് അതിൽ സ്പേസിൽ അങ്ങ് ഒപ്പിച്ചതാണ് കേട്ടോ. മനസ്സിലാത്ത പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് അസറ്റ്, കുറച്ച് ലാബിലിറ്റീസ്, അതിന്റെ ചെറിയ ചില വ്യത്യാസങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് ബുക്കിൽ കാണിച്ചിട്ടുള്ള വാല്യൂ ആണ്. പക്ഷെ അതിൽ ചേഞ്ചസ് വന്നിരിക്കുന്ന ഇപ്പോൾ ഉള്ള വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പലതരത്തിൽ ക്വസ്റ്റ്യൻ തരും. ഞാനിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഒരു സാധനം എടുത്തുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു നോട്ടത്തിന് തന്നെ പലതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്ക്, ക്യാഷ് 30,000 ആണ്, 3000 ആണ് നമ്മുടെ ബുക്കിലുള്ള വാല്യൂ. അതിപ്പോ 3000 തന്നെയാണ് ഉള്ളത്. അപ്പൊ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി കേസ് ഓഫ് ക്യാഷ്. ഓക്കെ, അപ്പോ റീവാലുവേഷൻ സംഭവിച്ചിട്ടില്ല, വില വ്യത്യാസം സംഭവിച്ചിട്ടില്ല. റീവാല്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുകിൽ കൂടണം അല്ലെങ്കിൽ കുറയണം. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു. അസറ്റ് കൂടി, അസറ്റ് കുറഞ്ഞു. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി കേസ് ഓഫ് അസറ്റ്സ്, ദീസ് ക്യാഷ് അസറ്റ്സ്. ഓക്കെ, അപ്പോ നോ ജേണൽ എൻട്രി. അപ്പൊ അതിന് ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. ഓക്കെ, മാത്രമല്ല ഞാനിവിടെ ജേണൽ എൻട്രി ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പലപ്പോഴും ജേണൽ എൻട്രി എഴുതിയിട്ട് അതിൽ നോക്കിയിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ, റീവാലുവേഷൻ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനൊക്കെയാണ് ചോദിക്കുക. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യണം. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ 4 മാർക്കിനൊക്കെ അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് ഞാനിപ്പോ ജേണൽ എൻട്രി എഴുതുന്നില്ല, ജസ്റ്റ് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിൽ നിന്ന് എടുത്തിട്ട് ഈ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി കാണിക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ, ഇപ്പൊ ഡെപ്റ്റേഴ്സ് 12,000 ആണ് ബുക്കിലുള്ള വാല്യൂ. ഇപ്പോഴും അതേ വാല്യൂ തന്നെയാണുള്ളത്. ദർ ഇസ് നോ ചേഞ്ച് ഹിയർ. ഓൾസോ ദർ ഇസ് ഹാവ് നോ ജേണൽ എൻട്രി ഫോർ ഡെപ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക്. 15,000 ഉള്ളത്, അത് 20,000 ആയി. ഇവിടെ വില വ്യത്യാസമുണ്ട്. 15,000 ഉള്ള ഒരു സാധനം 20,000 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5,000ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. 5,000ന്റെ. അപ്പൊ റീവാല്യൂ സംഭവിച്ചത് 5,000 ആണ്. നിങ്ങൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ റീവാല്യൂ സംഭവിച്ച എമൗണ്ട് എഴുതേണ്ടത് 5,000 ആണ്. ഇത് പല ആളുകൾക്കും പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ഒരു സംഭവമാണ്. സിമ്പിൾ ആയത് കാരണം ഇത് പലരും തെറ്റിക്കും. അപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതേണ്ടതിന്റെ എമൗണ്ട് 5,000 ആവാൻ പാടില്ല, 20,000 ആവാൻ പാടില്ല, 5,000 ആണ്. റീവാല്യൂ വില വ്യത്യാസം 15ൽ നിന്ന് 20ലേക്ക് 5 വ്യത്യാസം. ഓക്കെ, അപ്പോ ജേണൽ എൻട്രി എന്താ വരിക? സ്റ്റോക്ക് വില കൂടിയതല്ലേ, 15ൽ 20 ആയി, 5,000 കൂടിയതല്ലേ. അപ്പോ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, റീവാലുവേഷൻ ആ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിലാണ് ഉണ്ടാകുക. അപ്പോ ക്രെഡിറ്റ് സൈഡ് ഇതാണ്. എന്താണ്? സ്റ്റോക്ക് എന്ന് എഴുതുക. സ്റ്റോക്ക് എത്ര? 5,000. അതൊരു പോസിറ്റീവ് ആണ്, കാരണം നമുക്ക് ഇൻക്രീസ് ചെയ്താണ്. ആ സൈഡ് കൂടുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുക, റീവാലുവേഷൻ പ്രോഫിറ്റ് എന്ന് പറയുക. അസറ്റ് ഇൻക്രീസ് ചെയ്ത്. ഓക്കെ,
ഇനി ഫർണിച്ചർ 10 8 ഡൗൺ ആയി. ഓക്കെ, ഫർണിച്ചർ ഡൗൺ ആയി. ആ എൻട്രി നിങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിലും അസറ്റ് കൂടുമ്പോൾ അപ്പുറം അസറ്റ് കുറയുമ്പോൾ ഇപ്പുറം അങ്ങനെ ഓർമ്മിച്ചാലും മതി കേട്ടോ. പക്ഷെ അതൊരു കറക്റ്റ് വഴിയല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഊന്നി അധികം പറയാത്തത്. പിന്നെ തീരെ മനസ്സിലാത്ത ആൾക്കാർ അപ്പുറത്തേക്ക് അസറ്റ് കൂടുന്നൊക്കെ അപ്പുറത്താണ് വരിക, അസറ്റിന്റെ പേരും പറഞ്ഞിട്ട്. അസറ്റ് കുറയുന്നൊക്കെ ഇപ്പുറത്താണ് വരിക, ആ അസറ്റിന്റെ പേരും പറഞ്ഞിട്ട്. അല്ലെ, റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് അസറ്റ് കൂടുമ്പോൾ വരിക, റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് അസറ്റ് കുറയുമ്പോൾ വരിക. അങ്ങനെ ആലോചിച്ചാലും മതി. ഇവിടെ നോക്ക്, നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ തന്നെ നോക്കാം. ഫർണിച്ചർ 10 ഉള്ളത് 8 ആയി, 2000 രൂപ കുറഞ്ഞു. ജനറൽ എന്താ വരിക? ഫർണിച്ചർ അക്കൗണ്ട് റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ. വില കുറഞ്ഞതല്ലേ, റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ. ഫർണിച്ചർ ക്രെഡിറ്റിൽ വരണം. ഓക്കെ, ഇപ്പൊ റിവാലുവേഷൻ്റെ അകത്ത് ഫർണിച്ചർ എത്രയാണോ വ്യത്യാസം വന്നത് ആ പൈസ 2000. അതായത് ഇവിടെ 10,000 അല്ല എഴുതേണ്ടത്, 8,000 അല്ല എഴുതേണ്ടത്. 10,000 ആദ്യമുള്ള വിലയാണ്, ഇപ്പൊ അത് 8,000ത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 2000 ചേഞ്ച് വന്നു, റീവാല്യൂ, വില വ്യത്യാസം ആ 2000. ഓക്കെ, നെക്സ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്ന അടുത്ത ഐറ്റം 30,000 ഉള്ള 40,000. ഇതൊരു പോസിറ്റീവ് ആണ്. അതായത് അസറ്റ് കൂടി, 10,000 രൂപ കൂടി, ഇൻക്രീസ് ചെയ്തു. പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ ടു റീവാലുവേഷൻ. പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ഓക്കെ, അപ്പോ എന്തുണ്ട്? പ്ലാന്റ് ആൻഡ് മിഷനറി എത്ര? പ്ലാന്റ് ആൻഡ് മിഷനറി 10,000. ഓക്കെ, അങ്ങനെ 10,000 ആണ് ആ ഇൻക്രീസിൽ സംഭവിക്കുന്നത്. ഇവിടെ 10 ഉള്ളത് 30 ഉള്ളത് 40 ആയതാണ്. അപ്പൊ 30 അല്ല എഴുതേണ്ടത്, 40 അല്ല എഴുതേണ്ടത്. എത്രയാണോ റീവാല്യൂ, വില വ്യത്യാസം, അത് 10 ആണ്, 10,000. ഓക്കെ, അപ്പൊ അതങ്ങനെ എഴുതാം. ഇനി അപ്പൊ അസറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മൾ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ ഉള്ളത്? ലാബിലിറ്റി ഐറ്റംസ് ആണ്. ക്രെഡിറ്റേഴ്സ് 20,000 ഉള്ള 22,000 ആയി. ലാബിലിറ്റി കൂടി. ലാബിലിറ്റി കൂടുമ്പോൾ ഒരു മോശമാണ്, അത് ഇപ്പുറത്താണ് വരിക. അല്ലെ, അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മനസ്സിലുണ്ടാവും. ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് കൂടുകയാണ്, ലാബിലിറ്റി കൂടുകയാണ്. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് എന്നല്ലേ വരേണ്ടത്? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ റീവാലുവേഷൻ എന്നുള്ളത് അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് എത്രയാ? 20 22,000 ആയി, 2000. ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല, അത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു അസറ്റ് ആണ്. ഒരു അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ അസറ്റ് സൈഡ് കാണിക്കുന്ന ഒരു ഐറ്റാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് ബുക്കിൽ നിലവിൽ ഉണ്ടായിരുന്നില്ല, അതായത് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഒരു 2000 കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്നാ? കഴിഞ്ഞ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഒരു സാധനം ഇല്ല, പക്ഷെ ഇപ്പം ബുക്കിന്റെ അകത്തത് 2000 രൂപ വാല്യൂ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വന്ന സാധനമാണിത്. അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ഒരു അസറ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഇപ്പൊ അൺറെക്കോർഡ് അസറ്റ് വന്നു കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്തതിന് തുല്യമായിട്ടുള്ള എൻട്രി ആണ് എഴുതേണ്ടത്, നമ്മൾ പഠിച്ചു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ജേണൽ എൻട്രി എങ്ങനെ വരിക? ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. ഓക്കെ, അപ്പോൾ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതാം. ഇൻവെസ്റ്റ്മെന്റ് 2000. ഓക്കെ, അപ്പോ ഇത് എല്ലാ ഐറ്റവും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും കൂട്ടിയിടുക നിങ്ങൾ. അതിപ്പോ ഞാൻ പലപ്പോഴും കൂട്ടിയിടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കൂട്ടി അങ്ങനെ തന്നെ, ഇത് കൂട്ടി അങ്ങനെ തന്നെ. പക്ഷെ ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങളെ പൊതുവെ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുക ആ രീതിയിലല്ല. രണ്ടിടത്തിലും കൂടുതലുള്ള എമൗണ്ട് എഴുതിയിട്ട് അതിൽ നിന്ന് ബാലൻസ്, ക്യാരി ഡൗൺ, ബ്രോഡ് ഡൗൺ അങ്ങനെ എഴുതാനാ. അപ്പൊ എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 12 17 എഴുതാം. ഇവിടെ 2 2 4000. ഓക്കെ, അപ്പൊ 17 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ വരിക? 13,000 വരിക. ബാലൻസ്, ബ്രോഡ് ഡൗൺ. ഈ ബാലൻസ് നിങ്ങൾ എന്ത് ചെയ്യണോ? എ ക്യാപിറ്റൽ, അതുപോലെ ബി ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യണം. എത്ര? 13,000 ഡിവൈഡ് ചെയ്യണം. 13,000 ഡിവൈഡ് ചെയ്ത് കാണിക്കണം. ഞാനിവിടെ റേഷ്യോനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോനെ കുറിച്ച്. അപ്പൊ നമുക്ക് ഈക്വൽ ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? അതിനെ പാസ് ചെയ്യുക. അപ്പൊ 13,000 ഉണ്ടെങ്കിൽ 6,500 ആയിട്ട് എന്ത് ചെയ്യുക? കാണിക്കുക. 6,500. അപ്പൊ ഇത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെടാ. റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് ഇൻക്രീസ് വരുന്നതെങ്കിൽ, കൂടുതൽ വരുന്നതെങ്കിൽ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഈ സൈഡിലാണെങ്കിൽ ഇതൊക്കെ ലോസ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ, കുറഞ്ഞതല്ലേ നമുക്ക് ഇവിടെ. അതായത് ലാബിലിറ്റി കൂടി അസറ്റ് കുറഞ്ഞു എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഈ സൈഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ലോസിലാണ് വരിക. അപ്പൊ റീവാലുവേഷൻ ലോസ് എന്നാ വരിക. അപ്പൊ ഇതിന്റെ എൻട്രി എന്താ വരിക?
റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ. കാരണം ഈ പ്രോഫിറ്റിനെ 6,500 എന്നിട്ട് എന്റെയും ബിന്റെയും ക്യാപിറ്റലിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് എൻട്രി വരിക. ഇനി ലോസ് ആകുമ്പോൾ ഇപ്പുറത്തേക്ക് വരും, അതിന്റെ എൻട്രി എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ ടു റിവാലുവേഷൻ ലോസ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംഭവം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിൾ ആണ്, ഇത് എല്ലാവരും പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആവും. നമുക്ക് ഇതേ സാധനം വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.